സ്റ്റാൻഡേർഡ് സീരീസ് എല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് അല്ലാത്ത സീരീസ് വന്നാൽ നമുക്ക് ഈ കൺവേർജിങ്ങോ ഡൈവേർജിങ്ങോ ആണോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ സീക്വൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ടും ചില ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ പഠിച്ചാൽ മാത്രമേ ആ സീരീസ് കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. സോ കൺവേർജൻസ് ഡൈവേർജൻസ് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ കൺവേർജൻസിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് 4 ടെസ്റ്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പോസിറ്റീവ് സീരീസുകളാണ് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. ഈ സെക്ഷനിൽ ഈ 4 ടെസ്റ്റുകളും പോസിറ്റീവ് സീരീസ് വേണ്ടിയുള്ള ടെസ്റ്റുകളാണ്. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് കൺവേർജൻസിൻ്റെ ഫസ്റ്റ് ടെസ്റ്റാണ് കമ്പാരിസൺ ടെസ്റ്റ്. സോ കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറയുന്നത് 2 സീരീസുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് അത് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് പറയുന്നത്. സോ കൂടുതൽ കൺവീനിയൻസിന് വേണ്ടി ഞാനിവിടെ AN പകരം UN എന്നുള്ള ടൈമാണ് ഇനി മുതൽ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് എന്താണ് കമ്പാരിസൺ ടെസ്റ്റ് എന്ന് നോക്കാം. ഓക്കെ, ഇഫ് സിഗ്മ UN ആൻഡ് സിഗ്മ VN, sigma UN and sigma VN are 2 series of positive term. 2 പോസിറ്റീവ് സീരീസുകളാണെങ്കിൽ if sigma UN and sigma VN 2 പോസിറ്റീവ് സീരീസുകൾ, then limit n tends to infinity UN by VN is equal to L. Okay, L is a finite quantity. Then this UN and VN converges or diverges together. Okay, so നമുക്ക് കമ്പാരിസൺ ടെസ്റ്റിലെ ലിമിറ്റ് ഫോം ആണ് ഞാൻ പറയുന്നത്. അപ്പം എന്താണ് UN VN എന്നീ 2 പോസിറ്റീവ് സീരീസുകളാണ്. അവയുടെ റേഷ്യോ UN by VN റേഷ്യോയ്ക്ക് ഇൻഫൈനൈറ്റ് ലിമിറ്റ് കൊടുത്താൽ അതിൻ്റെ വാല്യൂ L ആണെങ്കിൽ, L എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കണം. Lൻ്റെ വാല്യൂ എന്താകാൻ പാടില്ല, not equal to 0. Okay, so if UN and VN are എന്തായിരിക്കണം, 2 എന്തായിരിക്കണം, 2 പോസിറ്റീവ് സീരീസ്, 2 പോസിറ്റീവ് സീരീസുകളായിരിക്കണം. രണ്ടാമത് എന്താണ്, ദെൻ എന്താണ്, ലിമിറ്റ് n tends to infinity UN by VN is equal to L, a finite quantity which is not equal to എന്തായിരിക്കണം, 0. അങ്ങനെയാണെങ്കിൽ ഈ UN-ഉം VN-ഉം കൺവേർജ് ചെയ്യോ ഡൈവേർജ് ചെയ്യോ ചെയ്യും, ഒരേ നേച്ചർ ആയിരിക്കും. അതായത് VN എന്താണോ അതേ നേച്ചർ ആയിരിക്കും ആർക്ക്, UN ആയിരിക്കും. സോ ഇഫ് ലിമിറ്റ് UN by VN is equal to L which is not equal to 0, then UN and VN converges or diverges together. ഇതാണ് ആദ്യത്തെ ടെസ്റ്റ്. സോ VN എന്ന് പറയുന്ന സീരീസ് നമുക്ക് ടെസ്റ്റ് ചെയ്യണം, അതിൻ്റെ നേച്ചർ നമുക്ക് കണ്ടുപിടിക്കണം. VN എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഏതെങ്കിലും സ്റ്റാൻഡേർഡ് സീരീസ് ആയിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യനിൽ UN ആയിരിക്കും തരിക. ആ ക്വസ്റ്റ്യനിൽ നിന്ന് ഉപയോഗിച്ച് നമ്മൾ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള UN VN കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും കൂടെ കമ്പയർ ചെയ്താണ് ഈ പ്രോബ്ലം കമ്പാരിസൺ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഒന്നുകൂടി പറയാം. ഈ VN ആൻഡ് UN are 2 പോസിറ്റീവ് സീരീസ്, then limit n tends to infinity UN by VN is equal to L which is not equal to 0. പൂജ്യമാകാൻ പാടില്ല. റേഷ്യോയ്ക്ക് ലിമിറ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണെങ്കിൽ, പൂജ്യമല്ലാത്തൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണെങ്കിൽ UN and VN are converges or diverges together. If it becomes 0, then ഈ ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ടെസ്റ്റിന് പകരം നമുക്ക് അടുത്ത ടെസ്റ്റിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, സോ 2 പോയിന്റാണ് ഓർത്തേക്കേണ്ടത്. UN-ഉം VN-ഉം 2 സ്റ്റാൻഡേർഡ് പോസിറ്റീവ് ടെസ്റ്റ് സീരീസുകളാണെങ്കിൽ അതിൻ്റെ റേഷ്യോ ഒരു നോൺ സീറോ ക്വാണ്ടിറ്റിയാണ് ലിമിറ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്നതെങ്കിൽ അതിനെ നമുക്ക് പറയാൻ പറ്റും ആ സീരീസ് രണ്ടും ഒരേ നേച്ചർ ഉള്ളതായിരിക്കും, അതായത് കൺവേർജസ് ഓർ ഡൈവേർജസ് ടുഗദർ. Okay, then we will move to the next one. Okay, so next one വളരെ എളുപ്പമുള്ള ടെസ്റ്റ് സീരീസ് ആണ്, സീരീസ് ആണ്. ആ സീരീസ് വരുന്നത് എന്തായിരിക്കും വരിക, if UN is a positive series, UN ഒരു പോസിറ്റീവ് സീരീസ് ആണ്, UN is a positive series such that limit n tends to infinity, such that limit n tends to infinity UN raised to 1 by n is equal to L, UN raised to 1 by n is equal to L, then Lന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ അത് കൺവേർജിങ് ആയിരിക്കും, Lന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ് അത് ഡൈവേർജിങ് ആയിരിക്കും, Lന്റെ വാല്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ ടെസ്റ്റ് ഫെയിൽ ആയിരിക്കും. ഓക്കെ, ഈ ടെസ്റ്റ് ഫെയിൽസ്.
Okay, so നമുക്ക് രണ്ടാമത്തെ ടെസ്റ്റ് എന്താ പറയുന്നത് Cauchy's root test. If u1 is a series of positive terms, u1 is a series of positive terms such that limit n tends to infinity, u1 raised to 1 by n is equal to L. L എന്ന് പറയുന്ന ലിമിറ്റ് കിട്ടുന്ന വാല്യൂ ആണ്. അതിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്താണ് ഇവിടെ പറയുന്നത്. എല്ലിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണ് കൺവേർജ് ആയിരിക്കും, എല്ലിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ് ഡൈവേർജ് ആയിരിക്കും, എൽ ഈക്വൽ ടു 1 ആണ് എന്തായിരിക്കും അത് ആ ടെസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അടുത്ത ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ആൻസർ പറയാൻ പറ്റുള്ളൂ. സോ ഓർത്ത് വെക്കേണ്ട ഒരേ ഒരു പോയിന്റുകളാണ്. എന്താണ് ഈ വാല്യൂസ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, un raised to 1 by n is equal to L. L less than 1 it converges, L greater than 1 it is diverges, L equal to 1 the test fails. Okay, so ഈ 3 കണ്ടീഷൻ അറിയാമെങ്കിൽ നമുക്ക് അത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാം. Okay, okay, we'll move to the next test. Okay, എന്താണ് അടുത്ത ടെസ്റ്റ് പറയുന്നത്? റേഷ്യോ ടെസ്റ്റ്. റേഷ്യോ ടെസ്റ്റും ഇതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ള സീരീസ് ആണ്. അതും പോസിറ്റീവ് സീരീസിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് സിഗ്മ un is a series of positive terms, okay, ഒരു പോസിറ്റീവ് സീരീസ് ആണെങ്കിൽ, സിഗ്മ un ഒരു പോസിറ്റീവ് സീരീസ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി un plus 1 divided by un is equal to L. Okay, un plus 1 divided by un is equal to L. L less than 1 it is converges, L greater than 1 it is diverges, L equal to 1 it is test fails. Okay, so നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന ഒരേ ഒരു കണ്ടീഷൻ ഓർത്ത് വെച്ചാൽ മതി. എന്താണ് അതേ കണ്ടീഷനായി നമ്മൾ Cauchy's root ടെസ്റ്റിൽ ഉപയോഗിച്ചത്. ഈ ജസ്റ്റ് ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ അല്ലേ? ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി un plus 1 divided by un is equal to L. ഇത് മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള വാല്യൂ, ലിമിറ്റിൻ്റെ വാല്യൂ പറയുന്നതും കൺവേർജൻസ് ഡൈവേർജൻസ് പറയുന്നതും ഒരുപോലെയാണ്. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി un plus 1 by un is equal to L. L less than 1 it converges, L greater than 1 it is diverges, and L equal to 1 test fails. അങ്ങനെയുള്ള 3 കണ്ടീഷൻസ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. സോ റേഷ്യോ ടെസ്റ്റ് അഥവാ ഡി ആലംപേർട്സ് റേഷ്യോ ടെസ്റ്റ് എന്നാണ് പറയുക. If un is a series of positive terms, then limit n tends to infinity, un plus 1 by un is equal to L. L less than 1 it converges, L greater than 1 it is diverges, L equal to 1 test fails. ഈ കണ്ടീഷനാണ് വരുന്നത്. ഓക്കെ, so we'll move to the next last one. Last test is RRB's test. RRB's test ആണ് അവസാനത്തെ ടെസ്റ്റ്. ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് സീരീസ് തന്നെ വരുന്നത്. If un is a എന്താണ് പോസിറ്റീവ് സീരീസ്, un is പോസിറ്റീവ് സീരീസ് നമുക്ക് പറയാൻ പറ്റും. എന്താണ് യൂസ് പോസിറ്റീവ് സീരീസ് ആണെങ്കിൽ സെയിം കണ്ടീഷനാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ചെറിയ വ്യത്യാസമുണ്ട്, n ഇൻറ്റു un by un plus 1 minus 1, un by un plus 1 minus 1 is equal to L. L less than 1 ഇവിടെ കണ്ടീഷൻ തിരിയും, എന്തായിരിക്കും ഡൈവേർജ് ചെയ്യും. L greater than 1 എന്തായിരിക്കും കൺവേർജ് ചെയ്യും. L equal to 1 test fails. ഓക്കെ, ഇതാണ് നാലാമത്തെ ടെസ്റ്റ്. എന്താണ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n into un by un plus 1 minus 1 is equal to L. L less than 1 diverges, L greater than 1 converges, L equal to 1 test fails. അപ്പോൾ ഈ 4 ടെസ്റ്റുകൾ മാത്രം അറിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിലെ പ്രോബ്ലംസ് ഒക്കെ വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ലാസ്റ്റ് ടെസ്റ്റ് ഓർത്ത് വെക്കുക. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n into un by un plus 1 minus 1 is equal to L. L less than 1 diverges, L equal to 1 test fails, and L greater than 1 it is converges. Okay, സോ ഇതാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന ടോപ്പിക്. സോ നമുക്ക് ഇത് പോസിറ്റീവ് സീരീസുകളാണ് പറഞ്ഞത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സീരീസാണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറയുന്നത്. സോ ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജനറൽ ഫോം നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇങ്ങനെയാണ്: A1 മൈനസ് A2 പ്ലസ് A3 മൈനസ് A4 പ്ലസ് A5 പ്ലസ് എക്സെട്ര -1 റേസ് ടു n-1 an പ്ലസ് മൈനസ് എക്സെട്ര. ഒന്നിടവിട്ട് നെഗറ്റീവ് വരുന്ന സീരീസുകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റിംഗ് സീരീസുകൾ നമുക്ക് കൺവേർജൻസോ ചെക്ക് ചെയ്യുക, ഡൈവേർജൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരേ ഒരു ടെസ്റ്റ് മാത്രമേ പഠിക്കാനുള്ളൂ. ആ ടെസ്റ്റാണ് ലീബ്നിസ് ടെസ്റ്റ്. അത് വളരെ സിമ്പിൾ ടെസ്റ്റാണ്. അതിൽ 2 കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി
u1 is equal to 0 ആയിരിക്കണം. ലിമിറ്റ് n tends infinity u1 is equal to 0 ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ u1 should be greater than u1 plus 1. ഈ രണ്ട് കണ്ടീഷൻ മാത്രം നമുക്ക് ചെക്ക് ചെയ്താൽ മതി. ഇത് ജനറൽ ഫോം ഓർത്തുക, a1 മൈനസ് a2 പ്ലസ് a3 മൈനസ് a4 പ്ലസ് a5. ഒന്നിടവിട്ട് നെഗറ്റീവ് വരുന്ന സീക്വൻസുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾട്ടർനേറ്റിംഗ് സീരീസിൽ നമുക്ക് പറയാൻ പറ്റുന്നത് രണ്ട് കൺവേർജൻസോ ഡൈവേർജൻസോ പറയാൻ പറ്റും. സോ നമുക്ക് ലിമിറ്റ് n tends infinity u1 is equal to 0 ആയിരിക്കണം. u1 should be greater than u1 plus 1. So I will write it as കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് u1 പ്ലസ് u2 u1 മൈനസ് u1 u1 minus u2 plus u3 minus u4 plus etc. minus 1 raised to n minus 1 un. ഓക്കെ, ഇങ്ങനെ എഴുതാം. സോ ലിമിറ്റ് n tends to infinity u1 is equal to 0 ആയിരിക്കും. u1 should greater than un plus 1. ഈ രണ്ട് കണ്ടീഷൻസ് ആണ് നമുക്ക് കൺവേർജൻസിന് വേണ്ടി പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫെയിൽ ആയാൽ ഇവിടെ ഡൈവേർജൻസ് എന്ന കോൺസെപ്റ്റ് അല്ല പറയുക, ഓസിലേറ്ററി ആയിരിക്കും. ഈ സിഗ്നൽ ഈ സീരീസ് എന്തായിരിക്കും, ഓസിലേറ്ററി ആയിരിക്കും. സോ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ അത് കൺവേർജിങ് ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് ഫെയിൽ ആയാൽ അതിനെ പറയുന്നത് ഓസിലേറ്ററി ആയിരിക്കും. സോ ഈ ടെസ്റ്റിന് പറഞ്ഞ പേരാണ് ലീബിനിസ് ടെസ്റ്റ്. സോ ഇങ്ങനെയുള്ള സീരീസിന് പറഞ്ഞ പേരാണ് ഓൾട്ടർനേറ്റിംഗ്, ഒന്നിടവിട്ട് നെഗറ്റീവ് എന്ന സീരീസ്. u1 മൈനസ് u2 പ്ലസ് u3 മൈനസ് u4 പ്ലസ് മൈനസ് അതിൻ്റെ എന്ത് ടൈം വരുമ്പോഴത്തേക്ക് -1 raised to n minus 1 u എന്ന ടൈം ആയിരിക്കും വരിക. എന്ത് ടൈമിൻ്റെ വാല്യൂ ഇൻഫിനിറ്റ് കൊടുക്കുമ്പം 0 ആയിരിക്കണം. എന്ത് ടൈമിൻ്റെ വാല്യൂ എന്ത് ടൈമിനേക്കാൾ കൂടുതലായിരിക്കാൻ വേണം. ഓക്കെ, സോ ഇതാണ് ആൾട്ടർനേറ്റിംഗ് സീരീസ് വരുന്നത്. ഓക്കെ, ഇതിൽ രണ്ട് ചെറിയ കോൺസെപ്റ്റ് കൂടി ഉണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കോൺസെപ്റ്റാണ് അബ്സല്യൂട്ട് കൺവേർജൻസ് ആൻഡ് കണ്ടീഷണൽ കൺവേർജൻസ്. രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. അബ്സല്യൂട്ട് കൺവേർജൻസ് എന്ന് പറയുന്നത്, കണ്ടീഷണൽ കൺവേർജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് കൂടുതലും അബ്സല്യൂട്ട് കൺവേർജൻസും കണ്ടീഷണൽ കൺവേർജൻസ് നമ്മൾ കൂടുതലും എക്സ്പ്രസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ് സീരീസിലാണ്. സോ എന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഓൾട്ടർനേറ്റീവ് സീരീസ് ആണ്. അതിൻ്റെ മോഡുലസിനെയാണ് ഞങ്ങളുടെ അടുത്ത് സിഗ്മ a എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കൺവേർജസ്, an കൺവേർജ് ചെയ്യുന്നു, മോഡ് എനും കൺവേർജ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ സീരീസിന് അബ്സല്യൂട്ട് കൺവേർജൻസ് പറയും. സോ അതായത് ഒരു സീരീസിനെ നമ്മൾ ഓൾട്ടർനേറ്റീവ് സീരീസിൻ്റെ ലെബിനിസ് ടെസ്റ്റ്, അതായത് രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് അത് കൺവേർജിങ് ആയി. ഇനി അതിലെ നെഗറ്റീവുകളെല്ലാം മാറ്റി പോസിറ്റീവ് ആക്കുക. അതാണ് എന്താ പറയുക, അതിൻ്റെ മോഡുലസ് സീരീസ് നടന്നത്. അപ്പം അതും കൺവേർജിങ് ആണ്. അതായത് ഓൾട്ടർനേറ്റീവ് സീരീസും അതിൻ്റെ മോഡുലസും കൺവേർജിങ് ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് അബ്സല്യൂട്ട് കൺവേർജൻസ് എന്നാണ് പറയുക. എന്നാൽ ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജ് ആവുകയും എന്നാൽ അതിൻ്റെ മോഡ് സീരീസ് എഴുതിയപ്പോൾ അത് ഡൈവേർജ് ആവുകയും ചെയ്താൽ പറയുന്നതിന് കണ്ടീഷണൽ കൺവേർജൻസ് എന്നാണ് പറയുക. സോ ഈ രണ്ട് കോൺസെപ്റ്റ്സ് ഓർത്ത് വെക്കുക, അബ്സല്യൂട്ട് കൺവേർജൻസ് ആൻഡ് കണ്ടീഷണൽ കൺവേർജൻസ്. സോ ബോത്ത് an and mod an are converges, it is called absolute. an is converges and mod an is diverges, then the whole series become conditionally convergent. Okay, so ഇതാണ് രണ്ട് കോൺസെപ്റ്റ്സ് അഡീഷണലി വരുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ ഇതിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. സോ എങ്ങനെയാണ് കൺവേർജൻസ് ചെക്ക് ചെയ്യുന്നത്? ഓക്കെ, സോ കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് ആദ്യം പ്രോബ്ലം ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. ഫസ്റ്റ് കാര്യം ചെക്കേണ്ടത് ആ സീരീസ് സ്റ്റാൻഡേർഡ് സീരീസ് ആണോ. സെക്കൻഡ് ആയിട്ടുള്ളത് നമുക്ക് ഏത് ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, അത് പോസിറ്റീവ് സീരീസ് ആണോ നെഗറ്റീവ് സീരീസ് ആണോ, അബ്സല്യൂട്ട് കൺവേർജൻസ്, കണ്ടീഷണൽ കൺവേർജൻസ്. ഇത്രയും കാര്യങ്ങൾ അറിയാൻ പറ്റിയാൽ ഏകദേശം എല്ലാ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ചില പ്രോബ്ലംസ് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം 1/1 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/3 സ്ക്വയർ പ്ലസ് എക്സെട്ര. ഈ സീരീസ് കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ നോക്കണം. ഓക്കെ, 1/1 സ്ക്വയർ, 1/2 സ്ക്വയർ, 1/3 സ്ക്വയർ. സോ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് സീരീസ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. സോ കാണാൻ പറ്റും 1/1 സ്ക്വയർ, 1/2 സ്ക്വയർ, 1/3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ് സീരീസ് ആണ്. ഏത് സീരീസ് ആണത്? പി സീരീസ് ആണ്. സോ പി സീരീസ് നമുക്ക് എഴുതാൻ പറ്റും. ഇതിന് എന്ത് ടൈം എഴുതാൻ പറ്റും? u1 എന്നാണ് എഴുതുന്നത്. എന്ന് പകരമായിട്ട് u1 is equal to 1/n സ്ക്വയർ ആണ്. ഓക്കെ, സോ 1/n സ്ക്വയർ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് സീരീസിനാണ്. പി സീരീസ് ആണിത്.
പി സീരീസ് ആണെങ്കിൽ അതുകൊണ്ട് നമുക്ക് പീൻ്റെ പവർ നോക്കണം. ദാറ്റ് ഈസ് ഇത് ഈസ് 1/σ. പി സീരീസ് ആണ് 1/n⁻p എന്ന് എഴുതാൻ പറ്റും അല്ലേ. സോ പിയുടെ വാല്യൂ എത്രയാണ് ഇവിടെ? 2 ആണ്. അത് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഗ്രേറ്റർ ദാൻ 1 ആണ്, അതെന്തായിരിക്കും? കൺവേർജിങ് ആയിരിക്കും. സോ ഈ സീരീസ് എന്തായിരിക്കും? കൺവേർജിങ് ആയിരിക്കും. ഓക്കെ. സോ 1/1² 1/2² 1/3² പ്ലസ് എക്സെട്ര. സോ 1 എന്ത് ടൈം എന്ത് കണ്ടുപിടിക്കുക? 1/n² ആണ്. അത് സ്റ്റാൻഡേർഡ് സീരീസ് ആണ്, അത് സീരീസ് ആണ്, പി സീരീസ് ആണ്, 1/n⁻p ആണ്. പിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. പിൻ്റെ വാല്യൂ 1 കൂടിയാൽ അത് കൺവേർജൻ്റ് ആയിരിക്കും. പിൻ്റെ വാല്യൂ 1 കുറവോ ആയാൽ അത് ഡൈവേർജൻ്റ് ആയിരിക്കും. ഇവിടെ വരുന്ന എന്താണ്? കൺവേർജൻ്റ് ആണ്. കാര്യം എന്താണ്? പിൻ്റെ വാല്യൂ 2 ആണ്. 2 ഒബ്വിയസ്ലി 1 കൂടുതലാണ്. അതുകൊണ്ട് എന്താണത്? കൺവേർജിങ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1/1√1 1/2√2 1/3√3 1/4√4 പ്ലസ് എക്സെട്ര. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ എന്തായിരിക്കും വരിക? കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. സോ ഇവിടെയും എന്ത് ടൈമാണ് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഓക്കെ. സോ 1/1√1 1/2√2 1/3√3 1/4√4. സോ ഒബ്വിയസ്ലി എന്ത് ടൈം UN or AN എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/n√n ആയിരിക്കും. കാര്യം എല്ലാ ടൈമിൻ്റെയും ന്യൂമറേറ്റർ 1 ആണ്, ഡിനോമിനേറ്റർ എന്താണ്? 3√3 4√4 എന്നാണ്. അപ്പോൾ എന്ത് ടൈം എന്തായിരിക്കും? n√n ആയിരിക്കും. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടത് എന്താണ്? അത് സ്റ്റാൻഡേർഡ് സീരീസുകളാണ്. അതായത് അത് പി സീരീസ് ആണോ, അത് ജോമെട്രിക് സീരീസ് ആണോ, അഥവാ അത് ഫാക്ടോറിയൽ സീരീസ് ആണോ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റിലേക്ക് നോക്കാം. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ എന്ത് ടൈം എന്ന് പറഞ്ഞാൽ n√n എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് എഴുതാൻ പറ്റും? 1/n⁻1 ഇൻറ്റു n⁻1/2 ആണ്. n⁻1 ഇൻറ്റു n⁻1/2 ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 അരയും അല്ലേ? a⁻m ഇൻറ്റു a⁻n എന്താണ്? a⁻m+n ആണ്. സോ 1/n⁻1 പ്ലസ് ഹാഫ്. അപ്പോൾ എന്തായിരിക്കും വരിക? 1/n⁻2 എന്തായിരിക്കും വരിക? 3/2 ആയിരിക്കും വരിക. ഓക്കെ. എന്നിൻ്റെ വാല്യൂ എത്രയാണ്? പിയുടെ വാല്യൂ എത്രയാണ്? പി സീക്വൽ എത്ര കിട്ടി ഇവിടെ? 3/2 കിട്ടി. സോ ഇവിടെ പി സീരീസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. 1/n⁻p എന്ന് കിട്ടി. പിൻ്റെ വാല്യൂ 3/2. 3/2 വെച്ചാൽ 1.5. 1.5 എന്ത് കൂടുതലാണ്? 1 കൂടുതലല്ലേ? സോ പിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. അതുകൊണ്ട് ഈ സീരീസ് എന്തായിരിക്കും? കൺവേർജിങ് ആയിരിക്കും. ഓക്കെ. സോ 1/1√1 1/2√2 1/3√3 എന്ന സീരീസ് എഴുതുവാണെങ്കിൽ അതിൻ്റെ എന്ത് ടൈം UN is equal to n√n ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു n⁻2 എന്തായിരിക്കും? 3/2 ആയിരിക്കും. പിയുടെ വാല്യൂ എത്രയാണ്? 3/2 ആണ്. സോ പിൻ്റെ വാല്യൂ 1 കൂടിയാൽ എന്തായിരിക്കും? അത് കൺവേർജിങ് ആയിരിക്കും. ഓക്കെ. സോ ഇതൊരു ടൈപ്പാണ്. ഓക്കെ. സ്റ്റാൻഡേർഡ് സീരീസ് ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് സീരീസിൻ്റെ ക്വസ്റ്റ്യൻ വളരെ എളുപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഓക്കെ. നെക്സ്റ്റ് 1 പ്ലസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് എക്സെട്ര. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ എങ്ങനെ നോക്കുക? അപ്പോൾ ചെക്ക് ചെയ്യേണ്ട ഫസ്റ്റ് വൺ എന്താണ്? അത് സ്റ്റാൻഡേർഡ് സീരീസ് ആണോ അതോ അത് ഏതെങ്കിലും ടെസ്റ്റ് ബേസ് ആണോ ചെയ്യേണ്ടത്? സോ ഇവിടെ നമുക്ക് നോക്കാൻ പറ്റിയ സ്റ്റാൻഡേർഡ് സീരീസ് നമുക്ക് ഏതൊക്കെ ഉണ്ട്? ജോമെട്രിക് ഉണ്ട്, ഫാക്ടോറിയൽ ഉണ്ട്, പി സീരീസ് ഉണ്ട്. ഇതിലേതെങ്കിലും വരും ഇത്? എന്ത് ടൈം എഴുതുവാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും വരിക? 1/2 വീതം മൾട്ടിപ്ലൈ ചെയ്താണ് പോകണം അല്ലേ? അപ്പം മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ നമുക്ക് 2 4 8 16 അല്ലേ പോണേ? ഡിനോമിനേറ്റർ ചെക്ക് ചെയ്താൽ അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 1/2n എന്നാണ് അല്ലേ? 1/2n എന്നല്ലേ വരുന്നത്? സോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ജോമെട്രിക് ആണോ ചെക്ക് ചെയ്യാം. കാര്യം മൾട്ടിപ്ലൈ ചെയ്ത് പോകണമെങ്കിൽ ജോമെട്രിക് ആണ് ചാൻസ് ഉള്ളത്. സോ 1/6 6ൻ്റെ സ്ക്വയർ 6ൻ്റെ ക്യൂബ് അങ്ങനെയല്ലേ പോകുന്നതെന്ന് നോക്കുക. 6ൻ്റെ പ്ലേസ് ആരാണ്? ഹാഫാണ്. ഹാഫിൻ്റെ പവറായിട്ടല്ലേ പോണേ? അപ്പോൾ 6 എന്താണ്? ഹാഫാണ്. 6 ഹാഫാന്ന് വെച്ചാൽ മീനിങ് എന്താണ്? 6 = 1/2 എന്ന് കിട്ടിയില്ലേ? 6 = 1/2 കിട്ടിയില്ലേ? സോ 6ൻ്റെ വാല്യൂ -1നും +1നും ഇടയിലല്ലേ വരുന്നത്? -1ൻ്റെയും
+1ൻ്റെയും ഇടയിൽ വന്നാൽ ആ സീരീസ് എന്തായിരിക്കും? ജോമെട്രിക് സീരീസിൽ ഇതൊരു സ്റ്റാൻഡേർഡ് ജോമെട്രിക് സീരീസാണ്. ആറിൻ്റെ വാല്യൂ ഹാഫ് ആയതുകൊണ്ട് ഇത് കൺവേർജിങ് ആയിരിക്കും. ഓക്കെ, കൺവേർജിങ് ആയിരിക്കും. സോ ഇതാണ് ഒരു എക്സാമ്പിൾ, ഒരു സ്റ്റാൻഡേർഡ് സീരീസിന് എക്സാം. 1 + 1/2 + 1/4 + 1/8 + 1/16 എക്സെട്ര. സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഹാഫ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ്. ആറിൻ്റെ വാല്യൂ ഹാഫാണ്. ആറിൻ്റെ വാല്യൂ ഹാഫ് ആയാൽ -1 ഉം +1 ഇടയിലാണ്. അതുകൊണ്ട് സീരീസ് എന്തായിരിക്കും? കൺവേർജിങ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. 1 + 2 + 4 + 8 എക്സെട്ര. ഈ സീരീസ് കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ എന്ന് എങ്ങനെ നോക്കാം? സോ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്ന എന്താണ്? ഈ ക്വസ്റ്റ്യനിൽ കാണുന്ന എന്താണ്? നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് സീരീസ് ആണെന്ന് നോക്കണം. ഓക്കെ, സ്റ്റാൻഡേർഡ് ആണെന്ന് നോക്കണമെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത് ജോമെട്രിക് ആണെന്ന് നോക്കണം. അഡീഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പി സീരീസ് ആണെന്ന് നോക്കണം. മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതുകൊണ്ട് ഇത് എന്താണ്? ജോമെട്രിക് സീരീസ് ആണ്. 1 + r അല്ലേ, ദെൻ r², പിന്നെ r³ അങ്ങനെയല്ലേ പോകുന്നത്? സോ നോക്കി എന്തായിരിക്കും വരുന്നത്? ആറിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. 2ൻ്റെ ക്യൂബ് എത്രയാണ്? 8 ആണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ എത്രയാണ്? ജോമെട്രിക് സീരീസ് അല്ലേ ഇത്? ജോമെട്രിക് സീരീസ് r = എത്രയാണ്? 2 ആണ് അല്ലേ? ആറിൻ്റെ വാല്യൂ 2 ആണ്. എന്താർത്ഥം? റേഷ്യോ ആറിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ r > 1 എന്നല്ലേ? r > 1 ആണെങ്കിൽ എന്തായിരിക്കും വരിക? ആ സീരീസ് എന്തായിരിക്കും? ഡൈവേർജിങ് ആയിരിക്കും. ജോമെട്രിക് സീരീസിൽ ആറിൻ്റെ വാല്യൂ > 1 ആണെങ്കിൽ അത് ഡൈവേർജിങ് ആയിരിക്കും. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഇറ്റ്സ് എ ഡൈവേർജിങ് സീരീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. 1/1 + 1/2 + 1/6 + 1/24 + 1/120. ഓക്കെ, 1/1 + 1/2 + 1/3 + 1/24 + 1/120. ഈ ചോദ്യത്തിൽ എങ്ങനെയാണ് വരുന്നത്? കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ എന്ന് പറയുന്നത്? സോ അതും ചെക്ക് ചെയ്യേണ്ടത് അത് എൻ സീരീസ് പി സീരീസ് ആണോ? 1/1 1/2 1 2 6 24 അല്ലേ? സോ നമുക്കിത് കോൺസ്റ്റൻറ്റ് ടൈം ആഡ് ചെയ്യല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് എന്ത് പി സീരീസ് അല്ല. സോ അടുത്ത് നോക്കിയേ, മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് നോക്കിയില്ല. 1 2 3 4 6 ഇങ്ങനെ പോകണം അല്ലേ? ഫസ്റ്റിനോട് 2 മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ 3 മൾട്ടിപ്ലൈ ചെയ്തു, 6 മൾട്ടിപ്ലൈ ഇങ്ങനെ പോകുന്നത്. സോ അതെന്തല്ല, ജോമെട്രിക്കും അല്ല. പിന്നെ നമുക്ക് ചാൻസുള്ള അടുത്ത സീരീസ് ആരാണ്? ഫാക്ടോറിയലാണെന്ന് നോക്കാം. ഇത് 1/1 ഫാക്ടോറിയലാണ് അല്ലേ? ഇത് 1/1 × 2 അല്ലേ? ഇതെന്താ പറയുക? 1/1 × 2 × 3 അല്ലേ? സോ അടുത്തത് 1/1 × 2 × 3 × 4 അല്ലേ? അടുത്തെന്താ പറയുക? 1/1 × 2 × 3 × 4 × 5 അല്ലേ? സോ ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും 1/1 ഫാക്ടോറിയൽ, 1/2 ഫാക്ടോറിയൽ, 1/3 ഫാക്ടോറിയൽ, 1/4 ഫാക്ടോറിയൽ, 1/5 ഫാക്ടോറിയൽ. സോ ഒബ്വിയസ്ലി എന്ത് ടൈം 1/n ഫാക്ടോറിയൽ എന്നായിരിക്കും വരിക. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ പ്രോഡക്ട്സ് അല്ലേ? ആഡ് ചെയ്ത് പോകുന്നതായിരിക്കും, മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതായിരിക്കും. സോ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും ഇതെന്താണ്? ഒരു ഫാക്ടോറിയൽ സീരീസ് ആണ്. അതുകൊണ്ട് ഇതെന്താണ്? കൺവേർജിങ് ആയിരിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് സ്റ്റാൻഡേർഡ് സീരീസിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം എപ്പോഴും സ്റ്റാൻഡേർഡ് സീരീസ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. 1/1 × 2 + 1/3 × 4 1/5 × 6 + 1/7 × 8 എക്സെട്ര. ഇതെങ്ങനെയാണ്? കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ ചെക്ക് ചെയ്യുക? സോ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് ആണോ. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഈ പ്രോഡക്ട്സ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? അല്ല, ഫാക്ടോറിയലല്ല. ഫാക്ടോറിയലാണെങ്കിൽ കണ്ടിന്യൂസ് പ്രൊഡക്റ്റ് വരണം, അവിടെ ഇല്ല, ഇടയിലുള്ള പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളൂ അല്ലേ? സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതെങ്കിലും നമുക്ക് 4 ടെസ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെസ്റ്റ് കമ്പാരിസൺ ടെസ്റ്റാണ്. എപ്പം ചെയ്യുമ്പോൾ ആദ്യം കമ്പാരിസ് ചെയ്ത് നോക്കുക, അത് ഫെയിൽ ആണെങ്കിൽ അടുത്തേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബേസിക് ടെസ്റ്റ് എന്താണ്? കമ്പാരിസൺ ടെസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ ഈ ചാപ്റ്ററിലൊരു ഇഷ്യൂ എന്താ പറഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏത് ടെസ്റ്റ് ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? കമ്പാരിസൺ ടെസ്റ്റാണ്. ഓക്കെ, വളരെ എളുപ്പം. സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണോ നോക്കുക,
അതിനുശേഷം എങ്ങോട്ടേക്ക് പോവുക? കമ്പാരിസൺ ടെസ്റ്റിലേക്ക് പോവാം. സോ കമ്പാരിസൺ ടെസ്റ്റ് വരുമ്പോൾ എന്തായിരിക്കും വരിക? എന്ത് ടൈം എന്തായിരിക്കും വരിക? UN is equal to എന്ത് ടൈം എന്തായിരിക്കും വരിക? UN is equal to ന്യൂമറേറ്റർ നോക്കിക്കേ, എല്ലാം സെയിം അല്ലേ? 1 ഡിവൈഡഡ് ബൈ അടുത്ത് നോക്കുക 1357 എന്തായിരിക്കും വരിക? 1357 എന്ത് ടൈം എന്തായിരിക്കും വരിക? 2n-1 അല്ലേ? സംശയം ഉണ്ടെങ്കിൽ നോക്കുക. 1 3 5 7 അല്ലേ? 1 3 5 7 ആണ്. അതൊരു AP ആണ്. APയുടെ എന്ത് ടേം എന്ന് പറയുന്നത് A+n-1 ഇൻറ്റു D ആണ്. A എത്രയാണ്? 1 ആണ്. n-1 ഇൻറ്റു എത്രയാണ്? 2. സോ എന്തായിരിക്കും വരിക? 1 + 2n-2 വിച്ച് ഇസ് ഈക്വൽ ടു 2n-1. ഓക്കെ, സോ ഫസ്റ്റ് ടൈം കിട്ടി 2n-1. നെക്സ്റ്റ് വരുന്നത് എന്താണ്? 2 4 6 8 അല്ലേ? അങ്ങനെ അത് എന്ത് ടൈം എന്തായിരിക്കും വരിക? 2 4 6 8 ടൈം ഇവിടെ വെച്ചാണെങ്കിൽ 2n ആയിരിക്കും അതിൻ്റെ എന്ത് ടൈം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? UN കിട്ടി. സോ കമ്പാരിസൺ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? 2 സീരീസുകൾ വേണം. ഒന്ന് UN-ഉം ഒന്നാരാണ് VN-ഉം. VN എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സീരീസ് ആയിരിക്കും. സോ ആ സ്റ്റാൻഡേർഡ് സീരീസിൻ്റെ നേച്ചർ വെച്ചിട്ടാണ് ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ VN കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. VN is equal to ഇങ്ങനെ എഴുതാൻ പറ്റും. VN ഇവിടെ നിന്ന് എഴുതാം. VN is equal to 1/n⁻⁻s. ഇത് എല്ലാ കേസിലും നമുക്ക് ബേസിക് കേസസ് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷനാണ്. R-S. R എന്ന് പറഞ്ഞാൽ എന്താണ്? R is the degree of ആരാണ്? R is the degree of denominator and S is degree of ആരാണ്? numerator. ഓക്കെ, സോ ഈ കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. R is the degree of denominator and S is the degree of numerator. സോ നോക്കി ക്വസ്റ്റ്യൻ നോക്കിയാൽ പറ്റും. ഇവിടെ എത്രയാണ്? 2n × 2n അല്ലേ? മൾട്ടിപ്ലൈ എന്തായിരിക്കും വരിക? 2n² വരും അല്ലേ? അപ്പോൾ ഹയസ്റ്റ് പ്രോഡക്റ്റിലെ ഹയസ്റ്റ് ഡിഗ്രിയാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ ന്യൂമറേറ്റർ ഡിഗ്രി എടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2n മൾട്ടിപ്ലൈ ചെയ്താൽ 4n² എന്ന് കിട്ടും. അപ്പോൾ n-ൻ്റെ പവർ എത്രയാണ്? അവിടെ 2 ആണ്. സോ ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ 2 ആണ്. ഇനി മേലെ നോക്കിക്കേ, n ഉണ്ടോ അവിടെ? 1 മാത്രമല്ലേ ഉള്ളൂ. സോ അവിടെ n-ൻ്റെ വാല്യൂ ഡിഗ്രി എത്രയായിരിക്കും വരിക? അതായത് ന്യൂമറേറ്റർ ഡിഗ്രി എത്രയായിരിക്കും വരിക? 0 ആയിരിക്കും വരിക. കാര്യം ഇവിടെ n ഇല്ല, അതുകൊണ്ട് എന്താണത്? 0. സോ VN നമുക്ക് എഴുതാൻ പറ്റും എങ്ങനെയാണ്? 1/n × R-S. ഇവിടെ R എത്രയാണ്? R is equal എത്രയാണ് ഇവിടെ? R is equal to 2 ആണ്. S is equal എത്രയാണ്? 0 ആണ്. അപ്പം 2 - 0. അപ്പോൾ എന്താ വരിക? 2 - 0. അപ്പോൾ എന്താ വരിക? 1/n². ഓക്കെ, അപ്പോൾ VN എന്ത് കിട്ടി? 1/n². ഒന്നുകൂടി പറയാം, ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ മൈനസ് ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ. ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ എന്ന് വെച്ചാൽ എന്തായിരിക്കും വരിക? ഇവിടുത്തെ ഹയസ്റ്റ് n-ൻ്റെ ഹയസ്റ്റ് പവർ ആയിരിക്കും വരിക. ഇവിടെ n ഇല്ല, അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ്? ഇവിടെ 0 ആയിരിക്കും വരിക. അതുപോലെ ഇവിടെ S വരുന്നത് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. ഡിനോമിനേറ്റർ എന്നത് എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ഹയസ്റ്റ് ഇപ്പം 4n² ആണ്. സോ ഇവിടെയുള്ള ഡിനോമിനേറ്റർ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ന്യൂമറേറ്റർ ഡിഗ്രി എത്രയായിരിക്കും വരിക? 0 ആണ്. സോ 1/n². സോ VN-ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. സോ VN എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് സീരീസ് ആണ്. 1/n² ആണ് അല്ലേ? 1/n² പറഞ്ഞാൽ 1/n⁻p ആണ്. ഇത് P സീരീസ് ആണ്. സോ P സീരീസിൽ P-ൻ്റെ വാല്യൂ എത്രയാണ്? 1 കൂടി അല്ലേ? 1 കൂടിയാൽ എന്തായിരിക്കും? അത് കൺവേർജിങ് ആയിരിക്കും അല്ലേ? സോ ഇത് കൺവേർജിങ് ആണെങ്കിൽ ഇത് UN-ഉം കൺവേർജിങ് ആയിരിക്കും. VN കൺവേർജിങ് ആണെങ്കിൽ UN-ഉം കൺവേർജിങ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇതിൻ്റെ നേച്ചറും ഇതിൻ്റെ നേച്ചർ എപ്പോഴും കമ്പാരിസൺ ടെസ്റ്റിൽ എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും. സോ VN കൺവേർജിങ് ആണെങ്കിൽ എന്ത് തന്നെ ആയിരിക്കും? UN-ഉം കൺവേർജിങ് ആയിരിക്കും. ഓക്കെ, സോ ഇഫ് UN ആൻഡ് VN ആർ 2 പോസിറ്റീവ് സീരീസ്, റേഷ്യോ ഓഫ് എന്തായിരിക്കണം? ആ ലിമിറ്റും നമ്മൾ ചെക്ക് ചെയ്ത് ഉറപ്പായിട്ട് പറയാൻ പറ്റുള്ളൂ. സോ ഇവിടെ VN എന്ന് പറയുന്ന സംഭവവും UN എന്ന് പറയുന്ന സംഭവം കൺവേർജിങ് ആണ്. പക്ഷെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി UN/VN കണ്ടുപിടിക്കുക. UN/VN അല്ല? UN/VN എന്തായിരിക്കും വരിക? സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്തായിരിക്കും വരിക? UN/VN. UN is equal എന്താണ്? 1/n²
2n minus 1 into 2n divided by 1 by n square. ഓക്കെ, ഇതിന് നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കണം. സോ ഞാൻ ക്വസ്റ്റ്യൻ എഴുതാണ് ഇവിടെ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി u1 by vn ആണ് കണ്ടുപിടിക്കുന്നത്. സോ ദാറ്റ് ഈസ് 1 by 2n minus 1 into 2n divided by 1 by n square. ഓക്കെ, സോ ഇവിടെ നമുക്ക് റേഷ്യോ രണ്ട് ഫ്രാക്ഷൻസ് ഉണ്ട്. ഈ രണ്ട് ഫ്രാക്ഷൻസിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ലിമിറ്റ് കൊടുക്കണം. അതിന് ശേഷം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കണം അല്ലേ. സോ ആദ്യം നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ രണ്ട് ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യാന്നാൽ ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക, റെസിപ്രോക്കൽ എടുക്കുക. സോ 1 by 2n minus 1 into 2n into n square by 1. Okay, so which is equal to limit n tends to infinity n square by 2n minus 1 into 2n എഴുതാം അല്ലേ. ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫിനിറ്റ് കൊടുക്കണം. എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ഹയസ്റ്റ് പറഞ്ഞ പുറത്തേക്ക് എടുക്കണം അല്ലേ. സോറി. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇവിടെ ഞാൻ n പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ ബാക്കിയുള്ളത് 2 മൈനസ് 1 ബൈ n ആണ്. അതേപോലെ അടുത്ത ടൈമിൽ 2n ഉണ്ട് അല്ലേ. സോ ഈ എന്നും ഈ എന്നും ഈ n സ്ക്വയറോടെ ക്യാൻസൽ ആയിപ്പോയി. സോ ബാക്കിയുള്ളത് എന്താണ് നമുക്ക് കിട്ടുന്നത്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 by 2 minus 1 by n into 2 ആയിരിക്കും വരിക. ഓക്കെ, ലിമിറ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്, 1 by 4 എന്ന് കിട്ടും. നോട്ട് ഈക്വൽ ടു 0 ആണല്ലേ. സോ ലിമിറ്റ് എന്താകാൻ പാടില്ല, 0 ആകാൻ പാടില്ല. വി എന്നിൻ്റെ വാല്യൂ എന്താണ്, അത് കൺവേർജിങ് ആണ്. സോ യു എന്ന് തന്നെയായിരിക്കും, കൺവേർജിങ് ആയിരിക്കും. സോ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദ അവർ സീരീസ് ഈസ് കൺവേർജിങ് എന്ന് പറയാൻ പറ്റും. ഓക്കെ.